തൃശ്ശൂർ സ്വരാജ് റൗണ്ടിൽ വെച്ചാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. എപ്പോഴും വലിയ തിരക്കുള്ള തൃശ്ശൂരിൻ്റെ നഗരഹൃദയത്തിൽ ഫുട്പാത്തിലാണ് ഈ ഒരു കടയുടെ മുകൾ ഭാഗത്തെ ചില്ല് അടർന്നു വീണ് ഫുട്പാത്തിലൂടെ നടന്നു പോകുകയായിരുന്ന വഴിയാത്രക്കാരന് ഗുരുതരമായ പരിക്കേറ്റത്. ഈ മുകളിൽ കാണുന്ന ഈ കടയുടെ ചില്ലുകളാണ് അടർന്നു വീണത്. പിന്നീട് ആ താഴെ കൂടെ പോവുകയായിരുന്ന ഇരിങ്ങാലക്കുട സ്വദേശിയായ ഗോപാലകൃഷ്ണനാണ് പരിക്കേറ്റത്. അദ്ദേഹത്തെ ഉടനടി തന്നെ തലയ്ക്ക് ഗുരുതരമായ പരിക്കേറ്റതിനെ തുടർന്ന് തൃശ്ശൂർ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റുകയാണ് ചെയ്തത്. കട പ്രവർത്തിക്കുന്നില്ല. കുറേ നാളുകളായി ബലക്ഷയമുള്ളതിനാൽ തന്നെ അത് പൂട്ടിയിട്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ചില്ലെല്ലാം തന്നെ അടർന്നു നിൽക്കുന്ന സമയമായിരുന്നു. ആ സമയത്താണ് ഇത്തരത്തിൽ ഇത് താഴേക്ക് പതിച്ച് അപകടമുണ്ടായത്. ഉടനടി തന്നെ ഫയർഫോഴ്സ് സ്ഥലത്തെത്തുകയും ഈ ഫുട്പാത്തിലൂടെയുള്ള സഞ്ചാരം നിർത്തിവെക്കുകയും ചെയ്തു. കൂടാതെ സ്ഥലത്ത് ഈ കടയുടെ ഉടമയെയും അതുപോലെ തന്നെ ജീവനക്കാരെയും എല്ലാം തന്നെ വിളിച്ചു വരുത്തി നിലവിൽ അപകടകരമായ രീതിയിൽ ഉണ്ടായിരുന്ന ഈ ചില്ലെല്ലാം തന്നെ പൂർണ്ണമായും അവിടെ നിന്ന് എടുത്ത് മാറ്റിയ ശേഷമാണ് ഇതിലൂടെയുള്ള കാൽനട യാത്ര പൂർണ്ണമായും പുനഃസ്ഥാപിക്കുകയുള്ളൂ എന്നാണ് നിലവിൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ എല്ലാവരും തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിലെ പോയ ഒരു വഴിയാത്രക്കാരൻ്റെ തലയിൽ വീണെന്നാണ് പറഞ്ഞത്. ഏതാണ്ട് ഒരു 4-5 സ്റ്റിച്ച് ഉണ്ടെന്നാണ് പറഞ്ഞ തലയിൽ. ഇന്നിപ്പോൾ സ്വാതന്ത്ര്യദിനമായതിനാലാണ് ഇതിലൂടെയുള്ള ആളുകളുടെ സഞ്ചാരം വളരെ കുറവുണ്ടായിരുന്നത്. തൃശ്ശൂർ നഗരത്തിലുള്ള ഭൂരിഭാഗം കെട്ടിടങ്ങളും പരിശോധിച്ച് ബലക്ഷയമുള്ളവയുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കി കോർപ്പറേഷന് കൈമാറുമെന്നാണ് നിലവിൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അറിയിച്ചിരിക്കുന്നത്.